ഈ അടുത്ത് ഞാനൊരു പ്രോഗ്രാമിന് പോയപ്പോൾ ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയത് ആ നാട്ടിലെ ഏറ്റവും ധനികനായ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആ വീട്ടിലേക്ക് എന്നെ സന്തോഷപൂർവ്വമാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത്. ഭക്ഷണം നിർബന്ധമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കണമെന്ന് വല്ലാതെ നിർബന്ധിച്ച് പറയുകയും ചെയ്തു. ആ പോകുന്ന പോക്കിൽ അദ്ദേഹം എനിക്ക് ഓരോ വീടുകൾ കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ മകൻ്റെ വീടാണ്, മനോഹരമായ വീട്. മറ്റൊരു ഭാഗത്തെത്തിയപ്പോൾ അദ്ദേഹം വേറൊരു വീട് കാണിച്ചു, ഇതെൻ്റെ രണ്ടാമത്തെ മകൻ്റെ വീടാണ്, അത് അതിലും മനോഹരമായ വീട്. അപ്പം ഞാൻ ചിന്തിച്ചു, ഇനി ഇയാളുടെ സ്വന്തം വീട് എന്തായിരിക്കും? വലിയ വീടായിരിക്കും. ചെന്ന് നോക്കിയപ്പോൾ വിചാരിച്ചതുപോലെ തന്നെ അതിമനോഹരമായ ഒരു വീട്, വലിയ വീട്. ആ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ചെന്നപ്പോൾ സുഭിക്ഷമായ ഭക്ഷണം വിളമ്പി വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി. ഞാനും എൻ്റെ കൂടെ വന്നവരൊക്കെ അവിടെ ഇരുന്നു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് ഈ വീട്ടുകാരനായ ഈ പ്രമാണിയായ മനുഷ്യൻ അദ്ദേഹം ഇരിക്കുന്നില്ല ഭക്ഷണം കഴിക്കാൻ. ഞാൻ കുറേ അയാളോട് നിർബന്ധിച്ചു, അയാൾ ഇരിക്കുന്നില്ല. എത്ര പറഞ്ഞിട്ടും ഇല്ല ഞാൻ കഴിക്കുന്നില്ല, തങ്ങൾ കഴിക്കുക എന്നാണ് അയാൾ നിർബന്ധിച്ച് എന്നെ ഇങ്ങോട്ട് നിർബന്ധിക്കുക. അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇരുന്നാലേ ഞാൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ അയാളെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അദ്ദേഹം എൻ്റെ ചുവട്ടിൽ പറയാൻ, ഉസ്താദേ, എനിക്ക് ഒരു തുള്ളി വെള്ളം എൻ്റെ തൊണ്ടയിലൂടെ ഇറങ്ങണമെങ്കിൽ 1 മണിക്കൂർ സമയം വേണം എനിക്ക്. എന്ത് പറ്റി നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, എൻ്റെ തൊണ്ടക്ക് ക്യാൻസറാണ് ഉസ്താദേ, ഒരു തുള്ളി വെള്ളം ഇവിടുന്ന് ഇറങ്ങൂല, ആയതുകൊണ്ട് ഉസ്താദ് റാഹത്തോടുകൂടി കഴിക്കൂ എന്ന് എന്നോട് പറഞ്ഞപ്പോൾ അല്ലാതെ വിഷമിച്ചു പോയി. ഒരു മനുഷ്യൻ്റെ അവസ്ഥ. പക്ഷെ അയാൾക്ക് അതിൽ പ്രയാസമില്ല, വേദനയില്ല, അയാൾ ക്ഷമിക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. മുഅ്മിനായ മനുഷ്യർക്ക് എല്ലാം ഖൈറാണെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ അസ്വാബത്തുഹു സറാഉ ശക്കറ ഫകാന ഖൈറൻ ലഹു വ ഇൻ അസ്വാബത്തുഹു ളറാഉ സബറ ഫകാന ഖൈറൻ ലഹു. ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു സന്തോഷം വന്നെത്തിയാൽ അത് കാരണമായി അവൻ നന്ദി കാണിച്ചു, അത് ഫക്കാന ഖൈറൻ ലഹു, അതവന് ഖൈറാണ്. അതേസമയത്ത് മുഅ്മിനായ മനുഷ്യന് ഒരു ദുരിതം വന്നെത്തിക്കഴിഞ്ഞാൽ ആ ദുരിതത്തിൻ്റെ പേരിൽ ഫസബറ, അവൻ ക്ഷമിച്ചു കളഞ്ഞു, എന്നാലും ഫക്കാന ഖൈറൻ ലഹു, അതവൻക്ക് ഖൈറാൻ. ഏത് നിലക്കും മുഅ്മിനിന് ഖൈർ തന്നെയാണ്. നമ്മളൊക്കെ നമ്മുടെ രോഗങ്ങൾ വരുമ്പോഴേക്കും എല്ലാവരോടും വിളിച്ചു പറഞ്ഞ് അത് വഷളാക്കാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എത്ര മാരകമായ രോഗമാണെങ്കിലും ക്ഷമയുള്ളവന് അള്ളാഹു ശിഫയാക്കി കൊടുക്കും. നമ്മുടെ എല്ലാവരുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു പൂർണ്ണമായി ശിഫയാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.